ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമാൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് ജനുവരി 2026 മാസഫലം മകരക്കുറുകാർക്കും മകരലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, തിരുവോണം അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽപ്പെടുന്നവർക്ക് ജനുവരി മാസം എങ്ങനെയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ മകരക്കുറുകാരുടെ മകരലഗ്നക്കാരുടെ ജനുവരി മാസത്തെ ഗ്രഹസ്ഥിതി എങ്ങനെയാണ് നോക്കാം. ജന്മലഗ്ന രാശ്യാധിപൻ ശനിയാണ്. ആ ശനി 3 സ്ഥിതി തുടരുന്നു. സൂര്യൻ ജനുവരി 14 12 നിന്നും ജന്മരാശിയിലേക്ക് മാറുന്നു. ചൊവ്വ ജനുവരി 16 12 നിന്നും ജന്മരാശിയിലേക്ക് മാറുന്നു, ഉച്ചരാശിയിലേക്ക് മാറുന്നു. ബുധനാണെങ്കിൽ 17 12 നിന്നും ജന്മരാശിയിലേക്ക് മാറുന്നു. ഗുരു 6 വക്രത്തിൽ സഞ്ചരിക്കുന്നു. അതുപോലെ ശുക്രൻ ജനുവരി 13 12 നിന്നും ജന്മരാശിയിലേക്ക് മാറുന്നു. രാഹു 2 സ്ഥിതി തുടരുന്നു. കേതു അഷ്ടമത്തിലും സ്ഥിതി തുടരുന്നു. അതായത് ജനുവരി മാസത്തിൽ ശുക്രനും സൂര്യനും കുജനും ബുധനും ഈ 4 ഗ്രഹങ്ങൾ ജന്മരാശിയിലേക്ക് മാറുന്നു എന്നുള്ളതാണ് മകരക്കുറുകാരുടെ പ്രത്യേകത. ഇപ്പം നമുക്ക് മകരക്കുറുകാരുടെ ഈ ജനുവരി മാസത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് അവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെ നോക്കാം. ആദ്യ പകുതി സുഖസ്ഥാനാധിപനായിട്ടുള്ള ചൊവ്വ 12-ലാണ്. 6ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 12-ലാണ്. 8ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 12-ലാണ്. ശുക്രനും 12-ലാണ്. അതിൽ ബുധൻ്റെയും സൂര്യൻ്റെയും സ്ഥിതി അത് വിപരീത രാജയോഗം ഉണ്ടാക്കുന്നതാണ്. ശനി ഗുരു 12 ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടിയാണ്. അപ്പോൾ നമുക്ക് ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാദങ്ങളിൽ അല്ലെങ്കിൽ കണങ്കാലിൽ ചെറിയ പെയിൻ, ചിലർക്ക് മസിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, മൈനറായിട്ടുള്ള ഇൻഫെക്ഷൻസ്, ചിലർക്ക് വിഷൻ പ്രോബ്ലംസ്, ചിലർക്ക് ഉറക്കക്കുറവ്, ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട്. ബുധനും രവിയും ഗുരുവും ഒക്കെ തന്നെ വിപരീത അവസ്ഥയിലായതുകൊണ്ട് പ്രശ്നങ്ങൾ ഗ്രാജ്വലി അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത്തരം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഗ്രാജ്വലി അവർക്ക് റിലീഫ് ഉണ്ടാകും. ടൈമിലി ആയിട്ടുള്ള മെഡിക്കൽ കെയറിലൂടെയൊക്കെ അവർക്ക് റിലീഫ് ഉണ്ടാകുന്ന സമയമാണ്. പ്രത്യേകിച്ച് ഈ വ്യായാമം, യോഗയൊക്കെ ഈ സമയത്ത് ശീലിക്കുന്നത് അവരുടെ ആരോഗ്യസ്ഥിതി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് സഹായകമാകും. അതുപോലെ ഈ യാത്രകളിലും ഡ്രൈവിങ്ങിലും ഒക്കെ ഒരു കെയർ വേണം. പ്രത്യേകിച്ച് 4ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ആദ്യ പകുതി 12-ലൂടെയൊക്കെ സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ, ഉപകരണങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇലക്ട്രിക്കൽ വർക്കൊക്കെ ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. എന്തെങ്കിലുമൊക്കെ പൊള്ളൽ, ഇഞ്ചുറി, ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട്. അവസാനത്തെ പകുതി കുജനും രവിയും ശുക്രനും ബുധനും ഒക്കെ ജന്മരാശിയിൽ വരുന്നുണ്ട്. അപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ BP റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ളവർ, അതുപോലെ ചിലർക്ക് ഈ മൈഗ്രെയിൻ പ്രോബ്ലം, അതുപോലെ ബ്ലഡ്ലി ആയിട്ടുള്ള എന്തെങ്കിലും കംപ്ലൈൻസ് ഒക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. അവിടെയൊക്കെ ഒരു കെയർ കൊടുത്ത് പോവുക. ഇനി തൊഴിൽസ്ഥിതി നോക്കുമ്പോൾ 10ാം ഭാവാധിപൻ ശുക്രനാണ്. ആ ശുക്രൻ ആദ്യ പകുതി 12-ലാണ്. ബുധനും സൂര്യനും ചൊവ്വയും 12-ലുണ്ട്. 12-ലാണ് ആദ്യ പകുതി. ശനി 12 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 12ാം ഭാവാധിപനായിട്ടുള്ള ഗുരുവും 12 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ തൊഴിലിടത്ത് ചില പുതിയ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. എന്തെങ്കിലുമൊക്കെ വർക്ക് തടസ്സങ്ങൾ വന്നു വരാം. ചിലപ്പോൾ കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ അവരുടെ സഹകരണക്കുറവ് ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. പൊതുവെ വർക്ക് പ്രഷർ കൂടുന്ന സമയമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ ചിലർക്കാണെങ്കിൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ യാത്രകൾ വേണ്ടി വരും. ഇവയെല്ലാം തൊഴിലിൽ ഒരു സുഖക്കുറവ് ഉണ്ടാക്കാം. എന്നാൽ അവസാനത്തെ പകുതി ഇവയിൽ മാറ്റങ്ങൾ വരും. കാരണം ജന്മരാശിയിൽ ആ ചൊവ്വ ഉച്ചസ്ഥിതനായിട്ട് വരുന്നു. അപ്പോൾ ജന്മരാശിയിലൊക്കെ ചൊവ്വ ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുമ്പോൾ എന്ത് പ്രശ്നങ്ങൾ വന്നാലും അത് അതിജീവിക്കാനുള്ളൊരു കഴിവ്
ഈ കുറുകാർക്ക് ഉണ്ടാകും. പൊതുവെ ഒരു സെൽഫ് കോൺഫിഡൻസ് ലെവലൊക്കെ ഉയരുന്ന സമയമായിരിക്കും. 10ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ജന്മരാശിയിൽ വരുന്നതും പ്രത്യേകിച്ച് തൊഴിലിൽ ഫോക്കസ് കൂട്ടും. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് വലിയ നേട്ടങ്ങളുണ്ടാകും. അതുപോലെ 6, 8 ഭാവാധിപന്മാരായിട്ടുള്ള ബുധനും രവിയൊക്കെ ഭാവത്തിൻ്റെ 8, 6 ഭാവങ്ങളിലാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് അല്പം വർക്ക് പ്രഷറൊക്കെ ഉണ്ടാകും. അപ്പോൾ രവി കുജൻ ജന്മരാശിയിലായതുകൊണ്ട് പ്രത്യേകിച്ച് കോവർക്കേഴ്സുമായിട്ടുള്ള ഇൻ്ററാക്ഷനിലൊക്കെ നമ്മൾ വളരെ ശ്രദ്ധ വേണം. ജന്മരാശിയിലൊക്കെ സൂര്യനും ചൊവ്വയൊക്കെ നിൽക്കുമ്പോൾ അല്പം പ്രകോപനപരമായിട്ടൊക്കെ നമ്മൾ ചിലപ്പോൾ റിയാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഒരു ഇത് വേണം. അതുപോലെ ഇഗോയിസ്റ്റിക് ആയിട്ടുള്ള നമ്മുടെ ആ ബിഹേവിയറൊക്കെ ഒന്ന് ഒഴിവാക്കണം. തൊഴിൽ അന്വേഷകർക്ക് പൊതുവെ അവസാനത്തെ പകുതി ഗുണാനുഭവം കൂടുന്ന സമയമായിരിക്കും. ആദ്യ പകുതി പ്രത്യേകിച്ച് വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണാനുഭവം. അതിനവർക്ക് തൊഴിലവസരങ്ങളൊക്കെ വിദേശത്ത് കിട്ടും. പ്രത്യേകിച്ച് മൾട്ടിനാഷണൽ കമ്പനീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ആദ്യ പകുതി കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനമൊക്കെ ആവശ്യമാണ്. ബിസിനസ്സിലൊക്കെ ഫോക്കസ് കൂട്ടേണ്ടുന്ന സമയമാണ്. അതേസമയം വിദേശ വിപണനമൊക്കെ ആദ്യ പകുതിയൊക്കെ ഗുണപരമാകും. അവസാനത്തെ പകുതി രവിയും കുജനും ബുധനും ശുക്രനും ഒക്കെ 7 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് ബിസിനസ് പ്രവർത്തനം കാര്യക്ഷമമാക്കും, ബിസിനസ്സിൽ അനുകൂല സ്ഥിതി ഉണ്ടാക്കും. എങ്കിലും ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ഉള്ളവർ പാർട്ട്നേഴ്സ് തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. പ്രത്യേകിച്ച് രവിയും കുജനും ഒക്കെ 7 ദൃഷ്ടി ചെയ്യുമ്പോൾ ആ പാർട്ട്ണർഷിപ്പിൽ തർക്കങ്ങൾ വരാം, അത് മുഖാന്തരമുള്ള പ്രശ്നങ്ങൾ വരാം. അത് ബിസിനസ്സിനെ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ബിസിനസ്സിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കെയർ കൊടുത്ത് പോവുക. ഇനി വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആദ്യ പകുതി പഠനത്തിൽ ഡൈവേർഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം വിദ്യാകാരകനായിട്ടുള്ള ഭാഗ്യഭാവാധിപനായിട്ടുള്ള ബുധൻ, ആ ബുധൻ 12ലാണ് ആദ്യത്തെ പകുതി. 4, 5 ഭാവാധിപനായിട്ടുള്ള ചൊവ്വ, അതുപോലെ ശുക്രൻ, ഇവയൊക്കെ തന്നെ 12ലാണ് സ്ഥിതി. അപ്പോൾ ഇവയെല്ലാം പഠനത്തിൽ അല്പം കോൺസെൻട്രേഷൻ കുറയാൻ ഇടയാക്കാം ആദ്യ പകുതി. അത് പൊതുവേ നമുക്ക് പഠനത്തിലൊരു ആത്മവിശ്വാസക്കുറവൊക്കെ ചിലപ്പോൾ ഈ കുറുകാർക്ക് ആദ്യത്തെ പകുതി ഉണ്ടായെന്ന് വരാം. പഠന ചെലവ് കൂടുന്നതിനും സാധ്യതയുണ്ട്. അതുപോലെ അവസാനത്തെ പകുതിക്കാവുമ്പോൾ ഈ സഡനായിട്ടുള്ള ഒരു മാറ്റം ഇവർക്കുണ്ടാകും. പ്രത്യേകിച്ച് ബുധനും കുജനും അതുപോലെ സൂര്യനും ശുക്രനും ഒക്കെ തന്നെ ജന്മരാശിയിൽ വരികയാണ്. അപ്പോൾ അത് പൊതുവെ പഠിതാക്കൾക്ക് അവരുടെ ആത്മവിശ്വാസം കൂട്ടും, പഠനത്തിൽ ഫോക്കസ് കൂട്ടും. ഉന്നത പഠനമൊക്കെ നടത്തുന്നവർക്ക് അവരുടെ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. പഠനം ആഗ്രഹിക്കുന്നവർക്ക് അവർക്ക് അഡ്മിഷൻ സാധ്യമാകും. അതേസമയം ജന്മരാശിയിൽ ആ ചൊവ്വയും സൂര്യനും ഒക്കെ നിൽക്കുന്ന സമയമായതുകൊണ്ട് നമ്മൾ കഴിവതും സംസാരത്തിൽ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് സീനിയർ അധ്യാപകരുമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ അവരുമായിട്ടൊക്കെ ഇൻ്ററാക്ട് ചെയ്യുമ്പോൾ കൂടുതൽ വിനയം വേണം. ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു സമീപനം ഈ കുറുകാർക്ക് ആവശ്യമാണ് ജനുവരി മാസത്തിൽ. ഇനി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ ആദ്യ പകുതി അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവുകൾ ഈ കുറുകാർക്ക് വന്നുവിടും. പല തരത്തിലുള്ള ചിലവുകൾ ചിലപ്പോൾ മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ധനകാരകനായിട്ടുള്ള ഗുരു 12ലാണ് ദൃഷ്ടി ചെയ്യുന്നത്. അതുപോലെ 11ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 12ലാണ്. നേട്ടത്തിൻ്റെ ഗ്രഹവും 12ലാണ്. അതുപോലെ ശനി 12 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ധനവ്യയം കൂടുന്ന സമയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ധനവ്യയം കൂടുന്നതിനോ പൊതുവെ അത് നല്ല കാര്യങ്ങൾക്കുള്ള ധനവ്യയമാകാനും സാധ്യതയുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ മെഡിക്കൽ എക്സ്പെൻസ്, ചിലപ്പോൾ പഠന സംബന്ധമായ കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ ദൂരയാത്രകൾക്ക് വേണ്ടിയുള്ള ചിലവ്, ചിലപ്പോൾ കുടുംബകാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവ്, ഇവയൊക്കെ കൂടാൻ സാധ്യതയുള്ള സമയമായിട്ടും കൂടെ മനസ്സിലാക്കുക. ചിലപ്പോൾ കടം തിരിച്ചടയ്ക്കാനുള്ള ആ ബാധ്യതകൾ നിറവേറ്റുന്നത് അതുവഴിയുള്ള ചിലവ്, ഇങ്ങനെ പലതരത്തിലുള്ള ചിലവ് ഈ കുറുകാർക്ക് ആദ്യ പകുതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ബുധനും 11ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ജന്മരാശിയിലേക്ക് വരുന്നു. അതൊക്കെ ധനാഗമം കൂടുന്നതിന് ഇടയാക്കും. ചിലർക്ക് ഈ പ്രത്യേകിച്ച് ഭാഗ്യഭാവാധിപനായിട്ടുള്ള ശുക്രനും ജന്മരാശിയിൽ വരുന്നുണ്ട്. ചില ഭാഗ്യനേട്ടങ്ങൾക്കും കൂടെ സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ 2ലെ രാഹു ധനസ്ഥിതി ഇമ്പ്രൂവ് ചെയ്യുന്നതിനുള്ള മാർഗങ്ങളൊക്കെ കണ്ടെത്തും. അതേസമയം കുടുംബ ചെലവ് കൂടുന്നതിനും ആ 2ലെ രാഹു വഴിതെളിക്കും. അതുകൊണ്ട് ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം ജനുവരി മാസത്തിൽ ഒരു ധന മാനേജ്മെൻറ്റ് അത്യാവശ്യമാണ് എന്ന് അറിയുക.
ഇനി വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെ നോക്കാം. ഇപ്പോൾ വിവാഹം ആലോചിക്കുന്നവർക്ക് ആദ്യ പകുതി അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതി അല്ല. ചില തടസ്സങ്ങളൊക്കെ അവർക്ക് ഉണ്ടായേക്കാം. അവസാനത്തെ പകുതി ആലോചനകൾ വരാമെങ്കിലും ഇപ്പോൾ പ്രത്യേകിച്ച് 7-ലൊക്കെ ശുക്രൻ്റെയൊക്കെ ദൃഷ്ടി ഉണ്ട്. അതൊക്കെ ചിലപ്പോൾ വിവാഹാലോചനകൾ വരാം. എങ്കിലും സൂര്യനും ചൊവ്വയൊക്കെ ആ 7 ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടെയാണ്. അപ്പോൾ അത് നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ പേഴ്സണാലിറ്റിയൊക്കെ കൂടുതൽ അട്രാക്റ്റീവ് ആകും എങ്കിലും നമ്മൾ ആലോചനകളിൽ ഒരു കെയർ വേണം. അപ്പോൾ ചിലർക്ക് ഈ ബന്ധുക്കളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആലോചന വരുന്നതിനും സാധ്യത കാണുന്നുണ്ട്. അത് മാതാവിൻ്റെ ബന്ധുക്കളിൽ നിന്നോ അല്ലെങ്കിൽ പിതാവുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ബന്ധുക്കളിൽ നിന്നൊക്കെ ചിലപ്പോൾ വിവാഹാലോചനകൾ ഉണ്ടായെന്ന് വരാം. എങ്കിലും രവിയും കുജനും ഒക്കെ തന്നെ ബുധൻ്റെയൊക്കെ ആ 7-ലെ ദൃഷ്ടി ചെറിയ പ്രയാസങ്ങൾ ഈ ആലോചനകളിൽ ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന് വരാം, തടസ്സങ്ങൾ ഉണ്ടാക്കിയെന്ന് വരാം. കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം ആദ്യ പകുതി ചിലപ്പോൾ അവർക്ക് പ്രണയ പങ്കാളിയുമായിട്ടൊക്കെ ചിലപ്പോൾ ദൂരയാത്രകളൊക്കെ പ്ലാൻ ചെയ്യുന്നതിനൊക്കെ ഒരു സാധ്യത കാണിക്കുന്നുണ്ട്. ഇപ്പോൾ അതേസമയം 5-ാം ഭാവാധിപൻ 12-ലാണ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് ആദ്യ പകുതി, അതുപോലെ ജന്മ ലഗ്ന രാശ്യാധിപനായിട്ടുള്ള ശനിയും 5-ലൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമൊക്കെയാണ്. അതുപോലെ കുജ ശുക്ര ബന്ധം, അതൊക്കെ പ്രണയചിന്തകളൊക്കെ ഉണ്ടാക്കാം. അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ 7 ആ കുജൻ്റെയും ശുക്രൻ്റെയൊക്കെ ദൃഷ്ടി വരുന്നത് ചിലപ്പോൾ പ്രണയ പങ്കാളി ആയിട്ട് ഒരു വിവാഹാലോചനയൊക്കെ ഉണ്ടാകുന്നതിനും സാധ്യത കാണിക്കുന്നുണ്ട്. ദാമ്പത്യ ബന്ധത്തിൽ പൊതുവെ പൊരുത്തക്കേടുകൾ ഉണ്ടാകുന്ന മാസം എന്ന് തന്നെ പറയാം. ദാമ്പത്യ ബന്ധത്തിൽ അതായത് ജീവിത പങ്കാളിയുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങൾ, അവരുമായിട്ട് എന്തെങ്കിലും തെറ്റിദ്ധാരണകളൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ജനുവരി മാസത്തിൽ ഉണ്ടായെന്ന് വരാം. രവിയും കുജനും ശുക്രനും ഒക്കെ തന്നെ ബന്ധപ്പെടുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും അവർക്കിടയിൽ ഈഗോ ഇഷ്യൂസിന് സാധ്യതയുണ്ട്. അവിടെ ശ്രദ്ധിക്കണം. ഇപ്പോൾ പൊതുവെ ജീവിത പങ്കാളിയുടെയൊക്കെ ആധിപത്യമൊക്കെ കൂടുന്ന സമയമാണ്. അപ്പോൾ ആ ജീവിത പങ്കാളിയുടെ ഇംഗിതത്തിന് വിപരീതമായിട്ടൊക്കെയാണ് ഈ കുറുകാർ പ്രതികരിക്കുന്നതെങ്കിൽ അത് ദാമ്പത്യ ബന്ധത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ സംസാരത്തിലൊക്കെ അല്പം ശ്രദ്ധയൊക്കെ വേണം. കൂടുതൽ സംയമനമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ദാമ്പത്യ ബന്ധം സുഖകരമാക്കാൻ കഴിയും എന്ന് തന്നെ മനസ്സിലാക്കുക. ഇപ്പോൾ 2-ലൊക്കെ രാഹുവും കൂടെ ഉള്ള സമയമാണ്. വാക്സ്ഥാനത്താണ് രാഹു നിൽക്കുന്നത്. ഇപ്പോൾ ജന്മരാശിയിലാണെങ്കിൽ കുജൻ നിൽക്കുന്നുണ്ട്, അതുപോലെ സൂര്യൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ജന്മരാശിയിൽ കുജനും സൂര്യനും നിൽക്കുകയും 2-ൽ രാഹു ഒക്കെ നിൽക്കുമ്പോൾ പൊതുവെ നമുക്ക് നമ്മുടെ റിയാക്ഷൻ അത് വളരെ പ്രകോപനപരമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അവിടെ ശ്രദ്ധിക്കണം. തീക്ഷ്ണമായിട്ടൊക്കെ സംസാരിക്കാം. ഇപ്പോൾ എടുത്തു ചാടിയൊക്കെ സംസാരിക്കുന്നതാണ്. അപ്പോൾ അവിടെയൊക്കെ ഒരു കെയർ കൊടുത്ത് പോവുക. കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ 2-ലെ രാഹു, 2-ാം ഭാവാധിപനായ ശനിയാണെങ്കിൽ 3-ൽ നിൽക്കുന്ന സമയമാണ്. അതേസമയം 4-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ആദ്യ പകുതി 12-ലാണ്. സുഖസ്ഥാനാധിപനാണ് ചൊവ്വ, 12-ലാണ് വരുന്നത്. അതൊക്കെ ചിലപ്പോൾ കുടുംബസമാധാനം കുറയ്ക്കാൻ ഇടയാക്കും. പ്രത്യേകിച്ച് 2-ലെ രാഹു, 4-ാം ഭാവാധിപൻ 12 നിൽക്കുക. അത് കുടുംബത്തിൽ ഒരു കുടുംബാന്തരീക്ഷം അത്ര അനുകൂലമാക്കണമെന്നില്ല. അതുപോലെ കുടുംബാംഗങ്ങൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ, അതുപോലെ അതൊക്കെ കുടുംബ പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കാം. അതേസമയം കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾക്ക്, കുടുംബ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് ഒക്കെ തന്നെ അവസാനത്തെ പകുതിയൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കുടുംബം, നമ്മളെ വീടൊക്കെ മോഡിഫൈ ചെയ്യുന്നതിനോ, അല്ലെങ്കിൽ പുതിയ വീട് വാങ്ങുന്നതിനോ, വാഹനം വാങ്ങുന്നതിനോ, അല്ലെങ്കിൽ പ്രോപ്പർട്ടി വാങ്ങുന്നതിനോ ഒക്കെ തന്നെ അതിനുള്ളൊരു ശ്രമമൊക്കെ അതിനൊക്കെ അനുകൂല സമയമാണ്. അപ്പോൾ അതേസമയം അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാകാം. അത് കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാകും. അത് സന്തോഷാനുഭവങ്ങൾ കുറയ്ക്കാൻ ഇടയാക്കും. അതുകൊണ്ട് കഴിവതും നമ്മൾ സംസാരത്തിൽ വളരെ ശ്രദ്ധിച്ചാൽ നമുക്ക് പ്രകോപനപരമായിട്ടൊക്കെയുള്ള റിയാക്ഷനൊക്കെ ഒഴിവാക്കി പോകാമെങ്കിൽ തീർച്ചയായിട്ടും കുടുംബജീവിതം സുഗമമാക്കാൻ കഴിയും. ജനുവരി 2, 3, 7, 8, 16, 17, 18,
30, 31 ഈ തീയതികൾ പൊതുവെ അനുകൂല ദിവസങ്ങളായിട്ട് കാണുന്നില്ല. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ കഴിവതും ശുഭകർമ്മങ്ങൾ ഒഴിവാക്കണം. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നത് ഈ ദിവസങ്ങളിൽ ഒഴിവാക്കണം. അതുപോലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതും ഈ ദിവസങ്ങളിൽ ഒഴിവാക്കണം. ഇവിടെ ഞാൻ പറഞ്ഞത് ജനുവരി മാസത്തിലെ അതായത് പ്രസന്റ് പ്ലാനറ്ററി പൊസിഷൻ വച്ചിട്ടുള്ള ഫലമാണ്. അതൊരു പൊതുഫലമായിട്ട് വേണം എടുക്കാൻ. ഈ പൊതുഫലത്തിൽ ഗുണാനുഭവങ്ങൾ കൂടുന്നതിനോ കുറയുന്നതിനോ ഒക്കെ സാധ്യതയുണ്ട്. അത് പ്രത്യേകിച്ച് ഈ കുറുകാർക്ക് ഇപ്പോൾ നടക്കുന്ന ദേശ അപകാരം, ഛിദ്രം, ഇവയൊക്കെ പൊതുഫലത്തെ സ്വാധീനിക്കും. അപ്പോൾ ഈ ഇപ്പം നടക്കുന്ന ദേശീയ അപകാരവും ഛിദ്രവും ഒക്കെ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണോ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണോ എന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പോൾ അത് ഇഷ്ടസ്ഥാനത്താണെങ്കിൽ ഗുണാനുഭവം കൂടും, അനിഷ്ടസ്ഥാനത്താണെങ്കിൽ ഗുണാനുഭവം കുറയും. അതുപോലെ ഇവിടെ ഞാൻ ഈ മകരക്കൂറുകാരുടെയും മകരലഗ്നക്കാരുടെയും ഫലമാണ് പറഞ്ഞത്. മകരക്കൂറിൽ വിടുന്നവർ ചിലർ മാത്രമേ മകരലഗ്നക്കാരാവൂ, മറ്റുള്ളവരെല്ലാം മറ്റു ലഗ്നരാശികളിൽ വിടുന്നവരായിരിക്കും. അപ്പോൾ അവരുടെ ലഗ്നരാശി ഈ മകരലഗ്നമല്ലാതെ മറ്റു ലഗ്നരാശികൾ വരുന്ന മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ലഗ്നം ഈ കുറിൻ്റെ ഇഷ്ടസ്ഥാനത്താണോ അനിഷ്ടസ്ഥാനത്താണോ വന്നിരിക്കുന്നതെന്നും കൂടെ നോക്കണം. അതിനനുസരിച്ച് അവരുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതി, ദശ, അപകാരം, ഛിദ്രം ഇവയൊക്കെ അത് ജാതകത്തിലെ ഗ്രഹസ്ഥിതിയും അതിൻ്റെ ദശ അപകാരവും ഒക്കെ വളരെ പ്രധാനമാണ്. ഈ ഗോചരത്തിൻ്റെ ഫലമൊക്കെ വളരെ കുറച്ച് മാത്രമേ നമുക്ക് സ്വാധീനം തരുള്ളൂ. മറ്റത് ജാതകത്തിലെ ഗ്രഹസ്ഥിതി തന്നെയാണ് കൂടുതൽ സ്വാധീനിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം അവർ മകരലഗ്നക്കാരല്ല എങ്കിൽ അവർക്ക് ഏതാണ് അവരുടെ ലഗ്നരാശി എന്നവർ കണ്ടെത്തണം. ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഈ കുറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേട്ടാലേ അവർക്ക് ജനുവരി മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം കിട്ടുകയുള്ളൂ. മാത്രമല്ല ഈ കൂറിനേക്കാളും കൂടുതൽ കൃത്യതയായിരിക്കും ഈ ലഗ്നഫലത്തിനുണ്ടാകുന്നത്. അതുകൊണ്ട് ലഗ്നഫലം കൂടെ കേൾക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.